നമസ്കാരം. മണ്ണിനെ മറന്ന് വിണ്ണിൽ കയറിയ സുന്ദരതാരങ്ങളല്ല എന്നാണ് നമ്മുടെ അമ്മയുടെ മക്കൾ അവരുടെ ഓരോ ഷോയുടെയും അവസാനം പാടുന്ന പാട്ട്. മണ്ണിനെ മറന്ന് വിണ്ണിൽ കയറിയ സുന്ദരതാരങ്ങളല്ല, ഞങ്ങൾ സുന്ദരതാരങ്ങളല്ല. സുന്ദരതാരങ്ങളല്ല എന്ന് അവർ ഓരോ നിമിഷവും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു എന്തൊക്കെ പുകിലുകളാണ് അമ്മയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച്, അമ്മ എന്ത് മനോഹരമായ പേരാണ്. സത്യം പറഞ്ഞാൽ ഈ മലയാള സിനിമയിലെ നടീനടന്മാർ സംഘടന രൂപീകരിക്കുന്നു, അതിന് അമ്മ എന്ന് പേരിടുന്നു എന്ന് കേട്ടപ്പോൾ അടിപൊളി എന്ന് വിചാരിച്ചവരാണ് ഓരോ മലയാളി. പിന്നെ നമ്മൾ കാണുന്നത് അമ്മയുടെ കേരളത്തിൽ പല സ്ഥലത്തായി അമ്മ ഷോകൾ നടത്തുന്നു, സ്വന്തമായി വസ്തു വാങ്ങുന്നു, കെട്ടിടം വാങ്ങുന്നു, ഈ അവശത അനുഭവിക്കുന്ന കലാകാരന്മാർക്ക് കൈനീട്ടം കൊടുക്കുന്നു, അവർക്ക് പെൻഷൻ കൊടുക്കുന്നു. വളരെ നല്ല രീതിയിൽ അമ്മ എന്ന സംഘടന മുന്നോട്ട് പോകുന്നതാണ് നമ്മൾ കണ്ടത്. പക്ഷേ ഇപ്പോൾ അമ്മ എന്ന് കേട്ടാൽ അമ്മേ എന്ന് ആളുകൾ വിളിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതാണ് ഇതിനെല്ലാം കാരണം. നമുക്കറിയാം എന്തൊരു വേളത്തിൽ തുടങ്ങിയ തെരഞ്ഞെടുപ്പാണ്. തെരഞ്ഞെടുപ്പിലേക്ക് നമുക്ക് വരാം. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഏറ്റവും അവസാനത്തെ എപ്പിസോഡിൽ നിന്ന് തുടങ്ങാം. അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ശ്വേതാ മേനോനെതിരെ കോടതിയിൽ വന്ന ഒരു പരാതിയാണ്. FIR വിട്ടു പോലീസ്. ശ്വേതാ മേനോൻ അശ്ലീല സിനിമകളിൽ അഭിനയിച്ച് പണം സമ്പാദിക്കുന്നു എന്നാണ് കേസ്. കേട്ടവർ അതേത് അശ്ലീല സിനിമ, അതേ സിനിമ. ചിലർ ഇൻ്റർനെറ്റിലേക്ക് കയറി തപ്പൊക്കെ ചെയ്തു കേട്ടോ. അന്വേഷിച്ച് ചെന്നപ്പോൾ സിനിമയുടെ പേര് പലേരി മാണിക്യം, വേറൊരു സിനിമയുടെ പേര് കളിമണ്ണ്. പലേരി മാണിക്യം നമുക്കറിയാം, മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ രേഖപ്പെടുത്തേണ്ട ഒരു സിനിമ. രഞ്ജിത്ത് സംവിധാനം ചെയ്തത്. ഇപ്പം ഈ ഇടയ്ക്കാണ് സിനിമ റിലീസ് ചെയ്തത്. ഒന്നാം തരം സിനിമയാണ്. പിന്നെ ഒന്ന് ബ്ലസ്സി സംവിധാനം ചെയ്ത കളിമണ്ണ്. ഒന്ന് ആലോചിച്ച് നോക്കണേ. ഇതൊക്കെ അശ്ലീല സിനിമയെന്ന് പറഞ്ഞ് കേസ് കൊടുക്കുന്ന വേട്ടാവളിയന്മാരുണ്ടല്ലോ, ഓട്ടിച്ചിട്ടടിക്കണം. അതാണ് ചെയ്യേണ്ടത്, വേറൊന്നും ചെയ്യരുത്. ഇവരൊക്കെ നിയമം മൂലം നിരോധിക്കുകയാണ് വേണ്ടത് എന്ന് മാത്രമേ പറയാറുള്ളൂ. അല്ല ചങ്ങായിമാരെ, ശ്വേതാ മേനോൻ അഭിനയിച്ച ഈ 2 സിനിമകളും അശ്ലീല സിനിമയാണെങ്കിൽ ഒന്നിലെ നായകൻ മമ്മൂട്ടി, പലേരി മാണിക്കുന്നില്ല. സംവിധാനം ചെയ്തത് രഞ്ജിത്താണ്. ഒന്ന് ആലോചിച്ച്, അത് അശ്ലീല സിനിമ. ശ്വേതാ മേനോൻ അഭിനയിച്ച അശ്ലീല സിനിമയാണെങ്കിൽ മമ്മൂട്ടിയെ തുണ്ടുപടത്തിൻ്റെ നായകനെന്ന് വിളിക്കേണ്ടി വരും. രഞ്ജിത്ത് തുണ്ടുപടത്തിൻ്റെ സംവിധായകനാകുമോ? എനിക്കറിയാമെങ്കിൽ ചോദിക്കുകയാണ്. ഇപ്പുറത്ത് ബിജു മേനോനും ബ്ലസ്സിയുമാണ് കളിമണ്ണിൽ അഭിനയിച്ചത്. അവരെ ഈ കാരണപ്പെടുത്താൻ പറ്റൂ? നിങ്ങൾ ശ്വേതാ മേനോൻ ഏത് തരത്തിലാണ് അശ്ലീല സിനിമയിൽ അഭിനയിച്ചെന്ന് പറയുന്നത്? അവർ വർഷങ്ങൾക്ക് മുമ്പ് കാമസൂത്രയുടെ പരസ്യത്തിൽ അഭിനയിച്ച വളരെ ബോൾഡായിട്ടുള്ള കാര്യങ്ങൾ തുറന്നു പറയുന്ന വളരെ മിടുക്കിയായ ഒരു സ്ത്രീയാണ്. അവരെ ഈ വിധത്തിൽ അപമാനിക്കാനുള്ള ശ്രമമുണ്ടായത് എവിടെ നിന്നാണ്? അന്വേഷിച്ച് ചെല്ലുമ്പോൾ അതും അമ്മയുടെ മക്കൾ ചെയ്ത പണിയാവാനാണ് സാധ്യത എന്നാണ് തോന്നുന്നത്. കാരണം ഈ കേസ് കൊടുത്ത ചങ്ങായിയെ വെച്ച് നോക്കുമ്പോൾ പുള്ളി പറയുന്നത് എനിക്ക് അമ്മയുടെ തെരഞ്ഞെടുപ്പാണെന്ന് അറിഞ്ഞുകൂടാ എന്ന് പറയാം. പുള്ളി വേറെ ഏതോ ഗ്രഹത്തിൽ നിന്ന് വന്നാണൊക്കെ സംസാരിക്കുന്നത്. അന്വേഷിച്ച് ചെല്ലുമ്പോൾ മന്ത്രവാദിയും കൂടോത്രക്കാരനും ബ്ലാക്ക് മെയിലുകാരനും പിടിച്ചുപോരിക്കാരനും കത്തിക്കുത്തുകാരനും നാടകുത്തുകാരനും എല്ലാം ഇറങ്ങിയിട്ടുണ്ട്. സകല ഫ്രോഡുകളും ഇറങ്ങിയിട്ടുണ്ട് അമ്മയുടെ തെരഞ്ഞെടുപ്പാണെന്നും പറഞ്ഞു. പല സൈഡിൽ നിന്ന് കൊട്ടേഷനാത്രേ. ആളുകൾക്കെതിരെ കേസ് കൊടുക്കുക, അപവാദം എഴുതുക, പലതരത്തിലുള്ള മഞ്ഞ വാർത്തകൾ യൂട്യൂബുകളിൽ നിറയുകയാണ്. യൂട്യൂബ് ചാനലുകൾക്ക് ഇപ്പോൾ ചാകരയാണ്. അമ്മ അമ്മ അമ്മ, ഇവർക്ക് വേറൊന്നും വേണ്ട. ഇതെല്ലാം കാണുമ്പോൾ അമ്മയ്ക്ക് സംശയം ഉണ്ടാവും, അല്ല ഇത് ഞങ്ങളുടെ കുടുംബകാര്യം, നിങ്ങൾക്ക് എന്താണ് നാട്ടുകാരെയും? നിങ്ങളെല്ലാം കുടുംബക്കാരാക്കി നാട്ടുകാരാണ് ഇത് കണ്ട് അയ്യേ എന്ന് പറയുന്നത് കൂടി ആലോചിക്കണം. ശ്വേതാ മേനോനെതിരെ കേസ്. ഏതായാലും കോടതി ഇടപെട്ട് കേസിൻ്റെ തുടർ നടപടികൾ നിർത്തിവെച്ചിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറയുമ്പോൾ പലതരം ഫ്രോഡുകൾ, പലതരം കൊട്ടേഷനുകൾ ഏറ്റെടുത്ത് രംഗത്തിറങ്ങുന്നു. അഡ്ഹോക് കമ്മിറ്റിയായിരുന്നല്ലോ അമ്മ ഭരിച്ചുകൊണ്ടിരുന്നത്. അഡ്ഹോക് കമ്മിറ്റിയൊക്കെ പിരിച്ചുവിട്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിൻ്റെ അന്ന് തുടങ്ങിയ ബഹളമാണ്. ആരോപണ വിധേയർ മത്സരിക്കരുത് എന്നൊരു തീരുമാനമെത്തി. ഓക്കെ, അപ്പോൾ നോക്കിയോണം ആരോപണ വിധേയരില്ലാത്ത ഒരു മനുഷ്യനില്ല അതിനകത്ത്. എല്ലാവരും ആരോപണ വിധേയരാണ്. നാമനിർദ്ദേശ പത്രിക കൊടുക്കുക, എന്തോ ഒരു ബഹളമായിരുന്നു. എത്ര പേരുണ്ടായിരുന്നു. കൊടുത്തവരെല്ലാം അതേ സ്പീഡിൽ അത് മേടിച്ചുകൊണ്ട് തിരിച്ചുകൊണ്ട്. ജഗദീഷിനെ പോലുള്ള വളരെ മാന്യത, സിനിമയിലായാലും വ്യക്തി ജീവിതത്തിലൊക്കെ വളരെ മാന്യത പുലർത്തുന്ന നല്ല മനുഷ്യർ, അദ്ദേഹമൊക്കെ അമ്മയുടെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലേക്ക് മത്സരിക്കാൻ നാമനിർദ്ദേശ പത്രിക കൊടുത്തതാണ് പിൻവലിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്ന പശ്ചാത്തലത്തിൽ വനിതകൾ ഭരിക്കട്ടെ എന്ന് തീരുമാനം വന്നു. അങ്ങനെയാണ് ശ്വേതാ മേനോനും കുക്കു പരമേശ്വരനൊക്കെ പത്രിക കൊടുത്ത് എന്ന് തോന്നുന്നു. ഏതായാലും വനിതകൾ ഭരിക്കട്ടെ എന്നുള്ള തീരുമാനമൊക്കെ അട്ടിമറിക്കപ്പെട്ടപ്പം പല സീറ്റിലും മത്സരമായിട്ടുണ്ട്. മത്സരമൊക്കെ നടക്കട്ടെ, നല്ല കാര്യം. പക്ഷേ അതിൻ്റെ പേരിൽ എന്താണ്, പരസ്പരം ഒരു സംഘടനയിലുള്ളവർ പരസ്പരം ചെളിവാരി എറിയുന്നു. ചെളി വാരി എറിഞ്ഞ് കൊച്ചിക്കാലിന് ചെളി വാക്കിയില്ല എന്നാണ് കേൾക്കുന്നത്. ഇങ്ങനെയുണ്ടോ? ചെളിവാരി എറിയുന്നു, കഥകൾ മെനയുന്നു, ആരോപണം ഉന്നയിക്കുന്നു,
അമ്മയ്ക്കുള്ളിൽ ഒരു ആരോപണം വരുന്നതിന് തൊട്ട് മുമ്പ് ചില യൂട്യൂബ് ചാനലുകളിൽ നാളെ ഇങ്ങനെ ഒരു ആരോപണം വരാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ട് കുറച്ച് ആളുകൾ ഇങ്ങനെ വന്നിരുന്ന് പറയും. അതേ ആരോപണം പിറ്റേന്ന് വരും. ഇതൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യൂട്യൂബ് ചാനലുകൾക്ക് ചാകരയാണ്. അവരാണ്, ചില യൂട്യൂബ് ചാനലുകളാണ് ഇതൊക്കെ തീരുമാനിക്കുന്നത്, നടപ്പാക്കുന്നുവെന്ന് അമ്മയ്ക്ക് ഉള്ളിലും പുറത്തുമൊക്കെ സംസാരമുണ്ട്. അമ്മയുടെ പെൺമക്കളെല്ലാം കൂടി ചേർന്നൊരു വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ചു. അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാനെന്ന് പറഞ്ഞ് പറയാനുള്ളതെല്ലാം വീഡിയോ റെക്കോർഡ് ചെയ്ത് മെമ്മറി കാർഡ് കൈവച്ചിട്ട് അത് പറ്റി ഭീഷണിപ്പെടുത്തുന്നുള്ള പരാതി വേറൊരു സൈഡിൽ. എല്ലാ പരാതികൾക്ക് പിന്നിലും എല്ലാ ആരോപണങ്ങൾക്ക് പിന്നിലും ഓരോ പ്രമുഖന്മാർ ഉണ്ട് എന്നുള്ള സംസാരം അമ്മയിൽ തന്നെയുണ്ട്. പ്രമുഖന്മാരുടെ പേരൊന്നും പറയുന്നില്ല, പറഞ്ഞാൽ ഇനി നാളെ ഇനി വേറെ കേസ് കൊണ്ട് കൊടുക്കും. നമുക്ക് കോടതി കയറി ഇറങ്ങാനും വയ്യേ, നിങ്ങളെ പാടായി. പക്ഷേ ഇങ്ങനെ നാറ്റം വെച്ച കഥകൾ ഓരോ ദിവസം പുറത്തേക്ക് വിട്ടാൽ നിങ്ങൾക്ക് തന്നെയല്ലേ അതിൻ്റെ നാണക്കേട്. നിങ്ങളൊന്ന് ആലോചിച്ചു. മമ്മൂട്ടിയും മോഹൻലാലിനെയും പോലുള്ള മഹാ നടന്മാർ ഈ സ്റ്റേജ് ഷോ ചെയ്ത് സ്കിറ്റുകൾ അവരുള്ള നിമിഷങ്ങൾക്ക് ലക്ഷങ്ങളുടെ വിലയുള്ള മനുഷ്യരാണ്. അവർ ഈ സ്കിറ്റുകളിലൊക്കെ വന്ന് അഭിനയിച്ച് റിഹേഴ്സലെടുത്ത് ആടിയും പാടിയും ഉണ്ടാക്കിയ പൈസ അവശ്യ കലാകാരന്മാർക്ക് കൈനീട്ടം കൊടുക്കാനും പെൻഷൻ കൊടുക്കാനും സ്വന്തമായി സംഘടനയ്ക്ക് ഭൂമി മേടിക്കാനും ഓഫീസ് ഉണ്ടാക്കാനും ഒക്കെ രക്തം വെള്ളമാക്കിയ രണ്ട് സൂപ്പർ താരങ്ങളാണ്. അവരെ കളിയാക്കുന്ന തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. ലാലേട്ടനൊക്കെ ഉയരും കൊണ്ടാണ് ഓടിയത്. എനിക്ക് വയ്യെന്നും പറഞ്ഞു. കാരണം അമ്മാതിരി തൊഴിൽ കുത്താടാ സംഘടനയിൽ. മോഹൻലാലിൻ്റെ കീഴിലും ഇന്നസെൻ്റിൻ്റെ കീഴിലൊക്കെ വളരെ നന്നായി പോയിക്കൊണ്ടിരുന്ന സംഘടന. ഇന്നസെൻ്റ് ഏട്ടൻ പോയി, ലാലേട്ടൻ നേതൃത്വത്തിൽ സംഘടന നന്നായി പോകുമെന്ന് വിചാരിച്ചപ്പോഴാണ് എന്തോ പ്രശ്നമുണ്ടായി ലാലേട്ടൻ സ്ഥലം വിട്ടത്. പ്രശ്നങ്ങൾ എന്താണെന്ന് അന്വേഷിക്കേണ്ടിയിരിക്കും. അന്ന് തുടങ്ങിയതാണ് ഈ സംഘടനയുടെ കഷ്ടകാലമെന്ന് എല്ലാവരും പറയുന്നു. ഏതായാലും ഒരു നടക്കുന്നത് തീരും എന്ന് തോന്നുന്നില്ല. പിന്നെ യുവതാരങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച്, കുഞ്ചാക്കോ ബോബൻ, പൃഥ്വിരാജ്, ജയസൂര്യ, ആസിഫ് അലി, ഉണ്ണി മുകുന്ദൻ, ഇവരാരും ഈ പരിസരത്തോട്ട് ഒരു മുതല ഫഹദ് ഫാസിലൊന്നും ഇല്ല. ദുൽഖർ സൽമാനെ കാണാനില്ല. കാര്യം എന്താണ്? അവരെ പണിയുണ്ട്, വൃത്തിയായിട്ട് ജോലി ചെയ്ത് ജീവിക്കുന്നുണ്ട്. അമ്മയ്ക്ക് വല്ല ആവശ്യമുണ്ടെങ്കിൽ വരും, സ്റ്റേജ് ഷോയ്ക്ക് സ്റ്റേജ് അതിൽ പങ്കെടുക്കും, സ്ഥലം പെടും. അവർ ഈ അധികാര തർക്കത്തിലൊന്നും ഇല്ല. ഈ കുളം കളിക്കുന്ന പരിപാടിയിൽ അതങ്ങളൊന്നും ഇല്ല. വളരെ നല്ല കാര്യം. നിങ്ങളെങ്കിലും പോയി നല്ല നല്ല സിനിമകൾ ചെയ്യൂ എന്ന് മാത്രമാണ് പറയാനുള്ളത്. മമ്മൂട്ടി ലാലേട്ടനും അവർ രണ്ട് പർവ്വതങ്ങളാണ്. അവരെ കാര്യം നോക്കാൻ അവർക്കും അറിയാം. ഈ ഗ്രഹങ്ങളൊക്കെ മാറ്റി നിർത്തിയാൽ ഈ ഉപഗ്രഹങ്ങളാണ് മുഴുവൻ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ല, ആളുകൾ പറയുന്നതും അങ്ങനെ തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പ് എത്രയും വേഗം തീർക്കണം. സർക്കാരിനോടും പറയാനുള്ളത്, ഒരു വേള ഇത് അന്തരീക്ഷ മലിനീകരണവും ക്രമസമാധാന പ്രശ്നവും ഉണ്ടാക്കും എന്നുള്ള ഭയം കേരളീയനുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാരൊന്ന് നോക്കണം. 15-ാം തീയതി കൊച്ചിയിൽ എന്തിനും നടക്കും, സ്വാതന്ത്ര്യദിനമാണ്. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അമ്മയിൽ ആരൊക്കെ ബാക്കിയുണ്ടാകും എന്നുള്ള കാര്യത്തിന് സംശയമുണ്ട്. അതുകൊണ്ട് ഗൗരവത്തോടെ സർക്കാരും ശ്രദ്ധിക്കും നൽകാൻ. സിനിമാ കോൺക്ലേവൊക്കെ കഴിഞ്ഞ് സിനിമാ നയം പ്രഖ്യാപിക്കുമ്പോൾ ഈ സിനിമാക്കാരെങ്കിലും ബാക്കി വേണ്ടേ? അമ്മാതിരി തങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അമ്മയുടെ കാര്യം അങ്ങനെ. നിർമ്മാതാക്കളുടെ സംഘടന തെരഞ്ഞെടുപ്പ് 14-ാം തീയതിയാണ്. 14-ഉം 15-ഉം ഭയങ്കര ഡേഞ്ചറസ് ഡേ ആണ്. കാരണം 2 തെരഞ്ഞെടുപ്പുണ്ട്. സിനിമാ സംഘടന തെരഞ്ഞെടുപ്പാണ്. നാട്ടുകാർ മൊത്തം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവന്മാർ എന്താണ് കാണിക്കുന്നതെന്ന് പറയും. ഇയാൾ എന്തേലും ചെയ്യും, കാര്യങ്ങൾ പ്രശ്നമൊന്നുമില്ലാതെ അവസാനിപ്പിച്ചാൽ മതി. രാഷ്ട്രീയക്കാരെ കളിയാക്കുന്ന പോലെ നാളെ നാട്ടുകാർ സിനിമാക്കാരെ കളിയാക്കി തുടങ്ങരുത്. സിനിമയിൽ മറ്റേ രാഷ്ട്രീയക്കാരെ നാട്ടുകാരെയൊക്കെ കളിയാക്കുകയും അമ്പൻ ഡയലോഗുകളൊക്കെ അടിക്കും. പക്ഷെ അകത്ത് അവരെപ്പോലും നാണിപ്പിക്കുന്ന പരിപാടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മോശമാണ് കേട്ടോ. നാട്ടുകാരെ കൊണ്ട് കൂടുതൽ ഇങ്ങനെ നിങ്ങൾ പറയിക്കരുത്. അതങ്ങനെ നിൽക്കും. വേറൊരു ചങ്ങായി അമ്മയിലാണോ അച്ഛനിലാണോ ആകാശത്താണോ ഭൂമിയിലാണോ എന്ന് പുള്ളിക്ക് തന്നെ ഒരു പിടുത്തമില്ല. വായി തോന്നുന്നത് കോതയ്ക്ക് വാട്ടുന്ന നിലയിൽ പോസ്റ്റിടും, പിൻവലിക്കും, പോസ്റ്റിടും, തിരുത്തും. നാട്ടുകാരെ മൊത്തം തെറിയും പറഞ്ഞ് ഇങ്ങനെ നടക്കുകയാണ് നമ്മുടെ വിനായകൻ, വിനയാകുന്ന നായകൻ എന്ന് കേരളം പറഞ്ഞു തുടങ്ങാതിരുന്ന ഭാഗ്യം. കാണാം എന്തോന്ന് കഴിയും.